figure given below, find angle x. ഈ തന്നിരിക്കുന്ന ഫിഗറിൽ ആംഗിൾ എക്സ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ദാ ഇവിടെ എ സി എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ എപ്പോഴും ഫോം ചെയ്യുന്നത് 180 ഡിഗ്രി ആണ്. അതായത് ദാ ഇവിടെ കാണുന്ന 100 ഡിഗ്രിയും ഇവിടുത്തെ ദാ ഈ ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടും. അപ്പൊ 100 ഡിഗ്രിയുടെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് 180 ഡിഗ്രി കിട്ടുന്നത്? 80 ഡിഗ്രി. അപ്പം 100 + 80 180. ഇനി ഡി ബി സി എന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾ നിങ്ങൾ നോക്കുക. ഇവിടെ രണ്ട് ആംഗിൾ നമുക്കറിയാം, ഒന്ന് 80 ഡിഗ്രിയും ഒന്ന് 60 ഡിഗ്രിയും. നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ 180 ആ കിട്ടുന്നതെന്ന്. അപ്പം 80യും 60യും എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. 80യും 60 ആഡ് ചെയ്യുമ്പോൾ 140 ആ കിട്ടുന്നത്. 180 ആവണമെങ്കിൽ എക്സ് എന്തായിരിക്കണം? 40 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ എക്സിന് പകരം 40 ഡിഗ്രി എന്ന് കൊടുക്കാം. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 40 ഡിഗ്രി ആണ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുവാണ്. ഇവിടെ രണ്ട് ആംഗിൾസ് ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുത്തു. 100 ഡിഗ്രിക്ക് പകരം 70 ഡിഗ്രിയും 60 ഡിഗ്രിക്ക് പകരം 50 ഡിഗ്രിയും. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്ര വരുമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക.